ഹായ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നവംബർ 8-ലേതാണ്. നോക്കാം നമുക്ക്. പ്രീ പ്രൈമറി മുതൽ അധ്യാപക പരിശീലനം വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ലോകബാങ്കിന്റെ സഹായത്തോടെയുള്ള പദ്ധതിയാണ് സ്റ്റാർസ്. എന്താണ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ? പ്രീ പ്രൈമറി മുതൽ അധ്യാപക പരിശീലനം വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ലോകബാങ്കിന്റെ സഹായത്തോടെയുള്ള പദ്ധതിയാണ് സ്റ്റാർസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലും ചട്ടങ്ങളുടെയും വ്യവസ്ഥക്കു വിരുദ്ധമായി തണ്ണീർത്തടങ്ങളും നെൽവയലുകളും ഡാറ്റാ ബാങ്കിൽ നിന്ന് വ്യാപകമായി ഒഴിവാക്കുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഹരിത കവചം. എന്താണ് ഓപ്പറേഷൻ ഹരിത കവചം? നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലും ചട്ടങ്ങളുടെയും വ്യവസ്ഥക്ക് വിരുദ്ധമായി തണ്ണീർത്തടങ്ങളും നെൽവയലുകളും ഡാറ്റാ ബാങ്കിൽ നിന്ന് വ്യാപകമായി ഒഴിവാക്കുന്നതായി പരാതി ലഭിച്ചതുകൊണ്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഹരിത കവചം എന്ന് പറയുന്നത്. അടുത്തത് ആരാണ് മദർ ഏലിശ? അടുത്തിടെ കേരള കാത്തോലിക്ക സഭയിലെ ഏത് സന്യാസിനിയെയാണ് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത്? അതാണ് മദർ ഏലിശ. 2025 നവംബറിൽ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി കേരള തീരത്ത് നടത്തിയ ദ്വിദിന തീരദേശ സുരക്ഷാ അഭ്യാസമാണ് സാഗർ കവച്. സാഗർ കവച് എന്ന് വെച്ചാൽ 2025 നവംബറിൽ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി കേരള തീരത്ത് നടത്തിയ ദ്വിദിന തീരദേശ സുരക്ഷാ അഭ്യാസമാണ്. എന്താണ്? സാഗർ കവച്. അടുത്തത് കോപ്പ അമേരിക്ക ജേതാക്കളും യൂറോപ്യൻ ചാമ്പ്യന്മാരും തമ്മിലുള്ള ഫൈനലിസിമ മത്സരത്തിന് വേദി ദോഹ. കോപ്പ അമേരിക്ക ജേതാക്കളും യൂറോപ്യൻ ചാമ്പ്യന്മാരും തമ്മിലുള്ള കോപ്പ അമേരിക്ക ജേതാക്കളും യൂറോപ്യൻ ചാമ്പ്യന്മാരും തമ്മിലുള്ള ഫൈനലിസിമ മത്സരത്തിന് വേദി ദോഹയാണ്. 2026 മാർച്ചിലാണ് അർജന്റീന സ്പെയിൻ പോരാട്ടം നടക്കുന്നത്. എന്നാണ് 2026 മാർച്ചിലാണ് അർജന്റീന സ്പെയിൻ പോരാട്ടം നടക്കുന്നത്. കോപ്പ അമേരിക്ക ജേതാക്കളും യൂറോപ്യൻ ചാമ്പ്യന്മാരും തമ്മിലുള്ള ഫൈനലിസിമ മത്സരത്തിന്റെ വേദി ദോഹയാണ്. അന്തരിച്ച പോപ്പ് ഇതിഹാസം മൈക്കൽ ജാക്സന്റെ ജീവിതം പറയുന്ന സിനിമയാണ് മൈക്കൽ. അതിലെ നായകനാകുന്നത് മൈക്കൽ ജാക്സന്റെ അനന്തരവൻ ജാഫർ ജാക്സൺ ആണ്. സാമൂഹിക നീതി വകുപ്പിന്റെ ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്ത് കാസർഗോഡാണ്. സാമൂഹിക നീതി വകുപ്പിന്റെ ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്ത് കാസർഗോഡാണ്. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലാ ഭരണകൂടം ഏതെന്ന് ചോദിച്ചാൽ അത് മലപ്പുറമാണ്. ജില്ലാ പഞ്ചായത്ത് സാമൂഹിക നീതി വകുപ്പിന്റെ ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്ത് കാസർഗോഡും അതുപോലെ ജില്ലാ ഭരണകൂടം മലപ്പുറവുമാണ്. ഹുറോൺ ഇന്ത്യ പുറത്തിറക്കിയ ജീവകാരുണ്യ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയ വ്യവസായിയാണ് ശിവ് നാടാർ. ആരാണ് ശിവ് നാടാർ? ഹുറോൺ ഇന്ത്യ പുറത്തിറക്കിയ ജീവകാരുണ്യ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയ വ്യവസായിയാണ് ശിവ് നാടാർ. 2-ാം സ്ഥാനം മുകേഷ് അംബാനി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം റിച്ച ഘോഷ് ഏത് മെട്രോപൊളിറ്റൻ നഗരത്തിലെ DSP പദവിയിലേക്കാണ് നിയമിച്ചത്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം റിച്ച ഘോഷ് ഏത് മെട്രോപൊളിറ്റൻ നഗരത്തിലെ DSP പദവിയിലേക്കാണ് നിയമിച്ചത്? കൊൽക്കത്ത. ആരാണ് ക്രിക്കറ്റ് താരം? റിച്ച ഘോഷാണ്. 2025 നവംബറിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വ്യക്തിയാണ് MR രഘുചന്ദ്രപാൽ. ആരാണ് MR രഘുചന്ദ്രപാൽ? 2025 നവംബറിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്നു MR രഘുചന്ദ്രപാൽ. ഫോർമുല 1 കാറോട്ട മത്സരമായ ബ്രസീലിയൻ ഗ്രാൻഡ് പ്രിയിലെ സ്പ്രിന്റ് റേസിൽ ചാമ്പ്യനായത് ലാൻഡോ നോറിസ്. ഫോർമുല 1 കാറോട്ട മത്സരമായ ബ്രസീലിയൻ ഗ്രാൻഡ് പ്രിയിലെ സ്പ്രിന്റ് റേസിൽ ചാമ്പ്യനായത് ലാൻഡോ നോറിസ്. ആരാണ് ലാൻഡോ നോറിസ്? ഫോർമുല 1 കാറോട്ട മത്സരമായ ബ്രസീലിയൻ ഗ്രാൻഡ് പ്രിയിലെ സ്പ്രിന്റ് റേസിൽ ചാമ്പ്യനായത് ലാൻഡോ നോറിസ് ആണ്. ലാൻഡോ നോറിസ്. അടുത്തിടെ ബാഡ്മിന്റണിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച മുൻ ലോക 1-ാം നമ്പർ
ചൈനീസ് വനിതാ താരം? അടുത്തിടെ ബാഡ്മിന്റണിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച മുൻ ലോക 1-ാം നമ്പർ ചൈനീസ് വനിതാ താരം തായ് സു യിങ് ആണ്. തായ് സു യിങ് ആരാണ്? തായ് സു യിങ് അടുത്തിടെ ബാഡ്മിന്റണിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച മുൻ ലോക 1-ാം നമ്പർ ചൈനീസ് വനിതാ താരമാണ് തായ് സു യിങ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ 91-ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ VS രാഹുലാണ്. ഇന്ത്യയുടെ 91-ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് VS രാഹുലാണ്. VS രാഹുൽ തമിഴ്നാട് സ്വദേശിയാണ്. എത്രാമത് ഗ്രാൻഡ് മാസ്റ്റർ ആണ്? 91-ാമത്. ISSF ലോകകപ്പ് ഷൂട്ടിംഗിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം രവീന്ദ്രൻ സിംഗ് ആണ്. രവീന്ദ്രൻ സിംഗ് ആണ് ISSF ലോകകപ്പ് ഷൂട്ടിംഗിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം എന്ന് പറയുന്നത്. ആരാണ്? രവീന്ദ്രൻ സിംഗ്. രവീന്ദ്രൻ സിംഗ് ആണ് ISSF ലോകകപ്പ് ഷൂട്ടിംഗിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം. പുരുഷന്മാരുടെ 50 മീറ്റർ പിസ്റ്റൾ ഇനത്തിലാണ് സ്വർണം നേടിയിട്ടുള്ളത്. ആരാണ്? രവീന്ദ്രൻ സിംഗ് കേട്ടോ. വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കാൻ കഴിയുന്ന പുതിയ നെൽവിത്തിനമാണ് ആദ്യ. ആദ്യ എന്നുള്ളത് വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കാൻ കഴിയുന്ന പുതിയ നെൽവിത്തിനമാണ് ആദ്യ എന്ന് പറയുന്നത്. കേരള കാർഷിക സർവകലാശാല ഈ നെൽവിത്തിനത്തിന് നൽകിയ മുഴുവൻ പേരാണ് ആദ്യ M024. ഓക്കെ, M024 ആണ്. ഓക്കെ, കേരള സർവകലാശാല ഈ വിത്തിനത്തിന് നൽകിയ മുഴുവൻ പേര് ആദ്യ. ആദ്യം എന്ന് പറയുമ്പോൾ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കാൻ കഴിയുന്ന പുതിയ നെൽവിത്തിനമാണ്. ഓക്കെ, ആദ്യം എന്ന് വെച്ചാല് ഓക്കെ അങ്ങനെയാണ് ഉള്ളത് കേട്ടോ. നെൽവിത്തിനമായ ഉമയും നാടൻ നെൽവിത്തായ തവളക്കണ്ണനും സങ്കരണം നടത്തിയാണ് ആദ്യം വികസിപ്പിച്ചത്. അതൊന്ന് നോക്കുക. നെൽവിത്തിനമായ ഉമയും നാടൻ നെൽവിത്തായ തവളക്കണ്ണനും സങ്കരണം നടത്തിയാണ് ആദ്യം വികസിപ്പിച്ചത്. ഏതൊക്കെയാണ്? ഉമയും തവളക്കണ്ണനും. ഓക്കെ, അതാണ്. ഒന്ന് എന്താണ്? നെൽവിത്തിനമായ ഉമയും പിന്നെ നാടൻ നെൽവിത്താണ് തവളക്കണ്ണൻ എന്ന് പറയുന്നത്. ഇത് സങ്കരണം നടത്തിയാണ് ആദ്യ എന്ന നെൽവിത്തിനം വികസിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി സ്വതന്ത്ര സമര സേനാനികളുടെ ഡിജിറ്റൽ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെ? ഛത്തീസ്ഗഡ് നവറായ്പൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഡിജിറ്റൽ മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഡിജിറ്റൽ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഛത്തീസ്ഗഡിലെ എവിടെയാണത്? നവറായ്പൂരിൽ. ഓക്കെ. ഷഹീദ് വീർ നാരായൺ സിംഗ് മെമ്മോറിയൽ ആൻഡ് ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം. ഏതാണ് മ്യൂസിയം? ഏതാണ്? ഷഹീദ് വീർ നാരായൺ സിംഗ് മെമ്മോറിയൽ ആൻഡ് ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് മോദിയാണ്. 2025 നവംബറിൽ അബ്രഹാം ഉടമ്പടിയിൽ അംഗമാകാൻ തീരുമാനിച്ച രാജ്യം കസാക്കിസ്ഥാൻ. 2025 നവംബറിൽ അബ്രഹാം ഉടമ്പടിയിൽ അംഗമാകാൻ തീരുമാനിച്ച രാജ്യം എന്ന് പറയുന്നത് കസാക്കിസ്ഥാൻ ആണ്. ഇസ്രായേൽ അറബ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനായി 2020 ഡൊണാൾഡ് ട്രംപ് സർക്കാർ മുൻകൈയെടുത്ത് ഉണ്ടാക്കിയ ഉടമ്പടിയായിരുന്നു അബ്രഹാം ഉടമ്പടി. ഇസ്രായേൽ അറബ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനായിട്ട് 2020 ട്രംപ് സർക്കാർ മുൻകൈയെടുത്തുണ്ടാക്കിയ ഉടമ്പടിയാണ് അബ്രഹാം ഉടമ്പടി. 2025 നവംബറിൽ അബ്രഹാം ഉടമ്പടിയിൽ അംഗമാകാൻ തീരുമാനിച്ച രാജ്യമാണ് കസാക്കിസ്ഥാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത്. നന്നായി പഠിക്കുക, എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, താങ്ക് യു.